സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം നിയമസഭ വിശദമായി ചർച്ച ചെയ്യും. 2 മണിക്കൂർ ചർച്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പി.സി. വിഷ്ണുനാഥാണ് ഇത് സംബന്ധിച്ച ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. 12 മുതലാണ് ചർച്ച നടക്കുക. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, എന്തായാലും സംസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു പൊതു താൽപര്യ വിഷയമെന്ന രീതിയിൽ ഈ വിഷയം ചർച്ച ചെയ്യാമെന്ന നിലപാടാണോ സർക്കാർ സ്വീകരിച്ചത്? തീർച്ചയായിട്ടും. അതായത് ഈ ഉപക്ഷേപത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ സർക്കാർ പരാജയപ്പെടുന്നു, ഈ ലഹരി മൂലം വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അതുമൂലം ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങളെ തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ ഉപക്ഷേപത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് റൂൾ 15 നോട്ടീസ് നൽകിയത്. അവിടെ മന്ത്രി എം.പി. രാജേഷ് തന്നെയാണ് ഈ കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് സ്പീക്കറോട് ആവശ്യപ്പെട്ടത്. സ്പീക്കർ 12 മണി മുതൽ 2 മണി വരെയുള്ള സമയം ഈ വിഷയത്തിന്മേൽ വിശദമായ ചർച്ച നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്ത് ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം ലഹരി ഉപയോഗം മൂലമുണ്ടായ അക്രമ സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ചിരിക്കുന്ന നടപടികളടക്കം വിശദമായി തന്നെ മന്ത്രി എം.പി. രാജേഷ് വിശദീകരിച്ചേക്കും. അതോടൊപ്പം യു.ഡി.എഫ് സർക്കാരിന്റെ അവസാന കാലത്ത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമ സംഭവങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളും അടക്കം വിശദമായി സഭയിൽ നിരത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും ഭരണ പ്രതിപക്ഷങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റുമുട്ടുക. ഏതായാലും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടും അതുമൂലം ഉണ്ടാകുന്ന ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചും നിരവധി വാർത്തകളാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി ഓരോ ദിവസവും ഇപ്പോൾ ആവർത്തിച്ചുണ്ടാകുന്നത്. കൊലപാതകങ്ങൾ അടക്കം ഈ ലഹരി ഉപയോഗത്തിന്റെ ആസക്തിയിൽ ഏറി വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയം സഭ നിർത്തിവെച്ച് ഇന്ന് ചർച്ച ചെയ്യുന്നതും. എന്തായാലും ഈ ഉപക്ഷേപം ചർച്ച ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. 12 മണി മുതൽ അല്പസമയത്തിനുള്ളിൽ അരമണിക്കൂറിന് ശേഷം ചർച്ച ആരംഭിക്കും. എന്തായാലും പൊതുവിൽ ലഹരി ഉപയോഗം സംസ്ഥാനത്ത് നിരവധി അക്രമ സംഭവങ്ങൾ ഇടവയ്ക്കുന്നുണ്ട്. നിരവധി കൊലപാതകങ്ങൾ, ഒപ്പം അക്രമ സംഭവങ്ങൾക്കെല്ലാം ഇടവയ്ക്കുന്നത് ലഹരി ഉപയോഗമാണ്. ഇത് സംബന്ധിച്ച കൃത്യമായ സർക്കാരിൻ്റെ കണക്കുകൾ ഒരുപക്ഷെ മന്ത്രി തന്നെ പങ്കുവച്ചേക്കാം. പ്രതിപക്ഷത്തിൻ്റെ വാദം കേട്ടുകൊണ്ട് ചർച്ചയ്ക്ക് മുന്നോട്ട് പോകാമെന്നതാണ് സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്.